ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാൻ ഇന്നത്തെ. ലെറ്റ്സ് സീ നിങ്ങൾക്കുള്ള ഗൈഡൻസ് മെസ്സേജ് എന്താ നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഇന്നത്തെ എനർജി ആൻഡ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ആക്ച്വലി ടാരോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാർഡ്സ് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ലൈക്ക് ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും ഞാൻ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പല കാര്യങ്ങളും ആക്ച്വലി കാർഡിനെ കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഡെപ്തിൽ. ഓക്കെ, നമ്മൾ ഇവിടെ പറയുന്നത് ഇപ്പോൾ ഈ ഒരു 10 മിനിറ്റിലോ 15 മിനിറ്റിലോ നമുക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. പക്ഷെ അതിലും കൂടുതൽ ഓരോ കാർഡുമായിട്ട് കണക്ട് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലും. ഓക്കെ, അപ്പോൾ എന്നെ റീഡിങ് വേറെ ആരുടെയും നിന്നും എടുക്കാതെ നിങ്ങൾക്ക് സ്വയം ഒരു 1-2 കാർഡ് എടുത്തിട്ടോ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നീട് നിങ്ങളുടെ ഡിപ്പെൻഡിങ് ഓരോരുത്തർക്കും ഓരോ പാത്തായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. സോ അതിനനുസരിച്ച് മേ ബി നിങ്ങൾക്ക് ഈവൻ ഇതിനെ വെച്ചിട്ട് തന്നെ ഇതുപോലെ പേഴ്സണൽ റീഡിങ്സ് കൊടുക്കാനോ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനോ എല്ലാം വഴികൾ ചിലപ്പോൾ കിട്ടും. ഓക്കെ, സോ നിങ്ങളുടെ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയില്ല നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾ എത്രത്തോളം സ്പിരിച്വലി യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചൊക്കെ ഇരിക്കും. ബട്ട് ഞാൻ അങ്ങനെയാണ് പഠിപ്പിക്കുക. ഓക്കെ, പഠിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് പിന്നീടും ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ സീരിയസ് ആയി എടുത്താൽ ഓക്കെ, അത് എനിക്ക് പറ്റുന്നത് ഞാൻ പറഞ്ഞുതരും. ഓക്കെ, സോ ക്ലാസ് വളരെ ഡീറ്റെയിൽഡ് ആയിരിക്കും, വളരെ ഇൻഡെപ്തിലായിരിക്കും. നിങ്ങൾക്ക് പറ്റുന്നത് ഞാൻ ഇനിയും കൂടുതൽ ആക്ച്വലി ഞാൻ അതിൽ ആഡ് ചെയ്യുകയും ചെയ്യും, അതും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. മെസ്സേജ് ആക്ച്വലി നമ്പർ പ്ലീസ് ഞാൻ ഇവിടെ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കിട്ടും, അല്ലെങ്കിൽ ഞാൻ പിൻ കമൻറ്റിലിടാം. അതെല്ലാ തവണയും എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കുക, അതിൽ ഞാൻ നമ്പർ കൊടുക്കും. അതിൽ മാത്രം മെസ്സേജ് ചെയ്താൽ മതി. എൻ്റെ വേറെ പേഴ്സണൽ നമ്പർ ഉണ്ട്, കാരണം അതിൽ രണ്ടും കൂടി ആകുമ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ ആയി പോകും. ഓക്കെ, ലൈക്ക് നിങ്ങളെ ഒരു നമ്പറിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിവേ, സോ താല്പര്യമുള്ളവർ പ്ലീസ് കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡേറ്റ് പറഞ്ഞില്ല. ഒക്ടോബർ ആക്ച്വലി ഞാൻ 15th ആയിരുന്നു പറഞ്ഞത്, ബട്ട് ഞാൻ പിന്നെ ഓർത്തപ്പോഴാണ് നവരാത്രി, ദശര, വിജയദശമിയൊക്കെ നമ്മുടെ വരുന്നുണ്ട്, വിദ്യാരംഭം ഒക്കെ വരുന്നുണ്ട്. സോ ഞാൻ വിചാരിക്കുക ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ തന്നെ ക്ലാസ് സ്റ്റാർട്ടാക്കി വിടാനാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, സോ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, കുഴപ്പമില്ല. ഇല്ല, പക്ഷേ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാവും, നോട്ട്സ് ഷെയർ ചെയ്യാൻ. ഓക്കെ, എന്തായാലും ഒക്ടോബർ 1 മുമ്പ് അറ്റ്ലീസ്റ്റ് ഞാൻ ആ ഗ്രൂപ്പ് ഒന്ന് തുടങ്ങിയെങ്കിലും വെക്കും. ബിക്കോസ് നമ്മൾ പറയില്ലേ ഒരു നല്ല ദിവസമായിട്ട്. സോ ഞാനത് പിന്നെയാണ് ഞാൻ ഓർത്തത് 15th ഞാൻ പറഞ്ഞു. ബട്ട് അറ്റ്ലീസ്റ്റ് തുടങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ ഞാൻ ഗ്രൂപ്പ് ഒന്ന് സ്റ്റാർട്ടാക്കി വിടും, അല്ലെങ്കിൽ കാര്യങ്ങളൊന്ന് പറഞ്ഞെങ്കിലും ചിലപ്പോൾ തുടങ്ങും. ഓക്കെ, സോ അങ്ങനെയാണ് ഇപ്പം എൻ്റെ മനസ്സിൽ. എല്ലാം ദൈവം വിചാരിക്കുന്ന പോലെ എല്ലാം അവിടുത്തെ തീരുമാനം. ഓക്കെ, നിങ്ങൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ പ്ലീസ്. ഓക്കെ, താങ്ക് യു. ആൻഡ് നമ്മുടെ ഗൈഡൻസ് എടുക്കാം ഇന്നത്തെ. ഡെത്ത്. ഓക്കെ, സെലിബ്രേഷൻ, കപ്സ് ആൻഡ് വാവ്. ചെറിയൊരു ഡൗട്ട്, എനിക്കൊരു കാര്യം. എനിക്ക് കിട്ടുന്ന എനർജി ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ലെറ്റ് മീ ജസ്റ്റ് ഓക്കെ, ഗ്രേറ്റ്. ശരി, ഞാൻ വിചാരിച്ചത് തന്നെയാണ്. ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് ഒരു ഡെത്ത് എന്ന് കാണുന്നുണ്ട്. ഡെത്ത് എന്ന് പറയുമ്പോൾ എൻഡിങ് ആയിട്ടല്ല എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റത്തിൻ്റെ കാര്യമാണ് കാണുന്നത്. ഓക്കെ, ശരിക്കും ഇവിടെ അവസാനിക്കുന്നത് എന്താണ് എന്നാണ് ഞാൻ ആലോചിച്ചതിലേക്ക്. അവസാനിക്കുകയാണോ അതോ വീണ്ടും ഒരു തുടക്കമാണോ എനിക്ക് കാണുന്നത് എന്ന രീതിക്കാണ്. സോ ഇവിടെ അവസാനിക്കുന്നത് നിങ്ങളുടെ കോൺഫ്ലിക്ട്സ് ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും ആയിട്ട് പ്രശ്നങ്ങൾ, നിങ്ങളുടെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതാണ് അവസാനിക്കുന്നത്. ഓക്കെ, ഇവിടെ മേ ബി നിങ്ങൾ ആക്ച്വലി ഫൈറ്റിംഗ് നിർത്താം. ഓക്കെ, നിങ്ങൾ ലൈക്ക് തീരുമാനിക്കുന്നതായിട്ട് ഇനി 2 തരത്തിലും എടുക്കാം കേട്ടോ. ഇവിടെ എനിക്ക് 2 സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ രണ്ടും പറയാം. ഒന്ന്, നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, അല്ലെങ്കിൽ കൊളീഗ്സ്, അങ്ങനെ ആരെങ്കിലും കൂടെ ജോലി ചെയ്യുന്നവർ, ഈവൻ ഫാമിലി ആവാം, ആരും ആവാം. ഓക്കെ, നിങ്ങളുടെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള കണക്ഷൻസ്, അതിലാണ് എനിക്ക് പ്രോബ്ലം കാണുന്നത്. അവിടെ കോൺഫ്ലിക്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. സോ ഇവിടെ നിങ്ങൾ ഐ തിങ്ക് തീരുമാനിക്കും ദാറ്റ് എനിക്കിനി ഇവിടെ ഫൈറ്റ് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്ന പോലെയാണ്. നിങ്ങളായിട്ട് വിട്ടുപോകുന്നതായിരിക്കാം. നമ്മൾ തോറ്റു കൊടുക്കുക എന്ന് പറയും, പക്ഷെ തോറ്റു കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ തെറ്റായിട്ടല്ല. ഓക്കെ, നമ്മൾ ചിലപ്പോൾ പക്ഷെ പറയില്ലേ
ഓ എനിക്കിവിടെ ഇനി ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ എന്ത് പറഞ്ഞാലും കാര്യമില്ല എന്ന് നമുക്ക് തോന്നില്ലേ? അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ശരിയാണെങ്കിൽ പോലും നമ്മളവിടെ വിട്ടുകൊടുക്കുക ഇൻ ദ സെൻസ് നമ്മൾ ഇനി ഇവിടെ ഫൈറ്റ് ചെയ്തിട്ട് വേണ്ട എന്ന് പറയില്ലേ, ആ രീതിക്ക് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും എന്നാണ് എനിക്ക് കാണുന്നത്. ഒന്ന് അങ്ങനെയാവാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫൈറ്റ്സ് തന്നെ ഉണ്ടാവും എന്ന രീതിക്കുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മാറിപ്പോവില്ല, നിങ്ങൾ ഇനി ഈ ഒരു ഫൈറ്റിൽ ഞാനില്ല, ഇനി തർക്കിക്കാൻ ഞാനില്ല, ഇനി ഒന്നും പറയാൻ ഞാനില്ല എന്ന രീതിക്ക് നിങ്ങൾ തീരുമാനിക്കും കുറച്ച് പേർക്ക്. അല്ലാത്തവർക്ക് നിങ്ങളുടെ ശരിക്കും ഒരു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് എൻഡാവും. ഓക്കെ, അത് എൻഡായിട്ട് പക്ഷെ നല്ലതാണ് വരുന്നത് രണ്ട് തരത്തിലും. ഇപ്പോൾ സപ്പോസ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളാണ് വിട്ടുകൊടുത്ത് മാറിക്കൊടുക്കുന്നത്, അങ്ങനെ വിചാരിക്കും. നിങ്ങളൊന്ന് വിട്ടുപോവാണ്, ഇനി നിങ്ങൾ ആ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല എന്ന ഒരു എൻഡിങ് ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജസ്റ്റിസ് എന്തായാലും കൊണ്ടുവരും. നിങ്ങൾക്ക് ആക്ച്വലി ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും രണ്ടും വന്നു. സോ നിങ്ങൾക്ക് ഹീലിംഗ് വരുന്നു എന്നാണ് കാണുന്നത്. സ്റ്റാർ കാർഡാണ്, ഹീലിംഗ് ആണ്. ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഒന്ന് സിറ്റുവേഷൻ ബെറ്റർ ആവുന്ന കാര്യമായിരിക്കാം, പിന്നെ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നു എന്ന രീതിക്കായിരിക്കും. സോ അതാ ഞാൻ പറഞ്ഞ രണ്ട് തരത്തിലും എനിക്ക് ഫീൽ ചെയ്തു. ഒന്ന് അഗൈൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പോട്ടെ, എനിക്കൊരു സ്വഭാവമാണിത് റിപ്പീറ്റിങ്. ഓക്കെ, എനിവേ ജഡ്ജ്മെൻറ്റ് ആൻഡ് ജസ്റ്റിസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ന്യായം കിട്ടുന്നു എന്ന രീതിയിലാണ്. നിങ്ങൾ എവിടെയെങ്കിലും ആരോടെങ്കിലും വഴക്കോ തർക്കമോ കാര്യങ്ങളോ നിങ്ങളെ ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും ഹേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ത് തന്നെയായാലും അവിടെ നിങ്ങൾക്ക് ന്യായം വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ആ ഒരു ഫൈറ്റ് എൻഡാവുകയും ചെയ്യും, ആ ഫൈറ്റ് എൻഡായിട്ട് നിങ്ങളുടെ ഭാഗത്ത് ന്യായം വരും എന്നാണ് കാണുന്നത്. ഓക്കെ, അത് യൂണിവേഴ്സായിട്ട് ചെയ്യിപ്പിക്കും. അതായത് നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാർക്ക് പോലും റിഗ്രറ്റ് ഉണ്ടാവും. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് ശരിക്കും ഒരു വിഷമം തോന്നും, എന്നിട്ട് നിങ്ങളെ അങ്ങനെ ഹേർട്ട് ചെയ്തല്ലോ എന്ന് തോന്നും അവർക്ക്. എൻ്റെ ഇവിടെ ഹീലിംഗ് എന്തായാലും പറഞ്ഞു ഞാൻ സമാധാനം വരും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സപ്പോസ് നിങ്ങൾ വേദനിപ്പിച്ച ആൾക്കാർ തന്നെ നിങ്ങളോട് മാപ്പ് പറയുന്നതായിരിക്കാം, നിങ്ങളോടൊരു ഒരു പീസ് ടോക്കിന് വരും, അവർ സമാധാനിപ്പിക്കാൻ വരും, അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞു വരും. നിങ്ങൾ തമ്മിലൊരു വീണ്ടും ഒരു സോൾവ് ആയിട്ട് മുന്നോട്ട് പോകുന്ന പോലെയുണ്ട്. ഓക്കെ, അല്ലാത്തവർക്ക് കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളായിട്ട് ഇത് അവസാനിപ്പിച്ച് നിങ്ങൾ മാറിപ്പോവാണെന്ന് വിചാരിക്കും. എനിക്ക് ഇനി സിറ്റുവേഷനിൽ ഞാനില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിലും അവിടെയും യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കുള്ള ന്യായം ചെയ്തോളൂ. നിങ്ങൾ ഒരിക്കലും തോന്നണ്ട അതായത് ഞാൻ തോറ്റു കൊടുത്തതുകൊണ്ട് അവിടെ ഞാൻ തോറ്റുപോയി എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. യൂണിവേഴ്സായിട്ട് അവിടെ വേണ്ടത് ചെയ്യും. ഓക്കെ, നമ്മൾ ചില സമയത്ത് നമ്മൾ മാപ്പ് കൊടുത്ത് മാറേണ്ട ആവശ്യമുണ്ട്. കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് യൂണിവേഴ്സ് അവിടെ അവർക്കൊരു തിരിച്ചറിവ് കൊണ്ടുവരാം. ഓക്കെ, നിങ്ങൾ മാപ്പ് കൊടുത്ത് അവിടുന്ന് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, യെസ്, നിങ്ങൾക്ക് നഷ്ടം തന്നെയാണ്, നിങ്ങൾക്ക് വിഷമം തന്നെയാണ്, സങ്കടം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഒരിക്കലും കരുതരുത് ദറ്റ് യൂണിവേഴ്സ് ഒന്നും കാണുന്നില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. നമ്മൾ കാണാത്ത പോലും യൂണിവേഴ്സ് കാണുന്ന പറയാം, ദൈവം കാണുന്ന പറയാം. ഓക്കെ, അപ്പം നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം കയറി വന്നു. ഓ മൈ ഗോഡ്, സംസാരിക്കാൻ പറ്റുന്നില്ല, സോറി. ഐ ഹോപ്പ് നിങ്ങൾക്ക് സിറ്റുവേഷൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞത്. എന്ത് തന്നെയാലും ഇവിടെ ഒരു ഡെത്ത്, ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് കാണുന്നത്. നിങ്ങളിൽ വരുന്ന മാറ്റങ്ങളായിരിക്കാം. ഓക്കെ, ഒരു സിറ്റുവേഷനിൽ വരുന്ന ചേഞ്ച് ആയിരിക്കാം. നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരതിൻ്റെ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ ഒരു റിഗ്രറ്റ് വരും, അവർക്ക് അതിൻ്റെ ഒരു കുറ്റബോധം അവർക്കുണ്ടാവും. നിങ്ങളത് വിട്ട് മാറി, നിങ്ങൾക്ക് അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് വിട്ട് മാറുക, അവരെ മാപ്പ് കൊടുത്ത് നിങ്ങൾ വിട്ട് മാറുക. ഇനി ഞാനിവിടെ ഒന്നും പറയാനില്ല, എനിക്ക് ജയിക്കണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ മാറിയേക്കാം. അപ്പോൾ യൂണിവേഴ്സ് അവിടെ ചെയ്തോളും വേണ്ടത്. അതുപോലെ തന്നെ അല്ല, നിങ്ങൾ സപ്പോസ് തർക്കങ്ങളോ വഴക്കോ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ചില സിറ്റുവേഷനിൽ നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കലി അവിടെയും നിങ്ങൾ സൈലൻ്റ് ആവുക, നിങ്ങളൊന്ന് മാറി നിൽക്കുക. മാറി നിൽക്കുമ്പോൾ യൂണിവേഴ്സായിട്ട് അവരെ തിരിച്ച് നിങ്ങളുടെ അടുത്ത് മാപ്പ് പറഞ്ഞോ അല്ലെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് പേർക്ക് അങ്ങനെയുണ്ട്. സോറി, ഞാൻ പെട്ടെന്ന് വല്ലാതെ ഇത് രണ്ടും ഒരേ കാർഡാണ്. ഞാൻ പറയാം, ഓർഫൻഡ്, ടു ദ ഡിസ്റ്റൻസ്, ബ്രീത്ത്. ഇത് എനിക്ക് ചെയ്യേണ്ടി വന്നു. ഇതിപ്പോൾ ബ്രീത്ത് ഒന്ന് ദീർഘനിശ്വാസം എനിക്ക് എടുക്കേണ്ടി വന്നു. സമാധാനമായിട്ട് ഇരിക്കുമെന്നാണ് പറയുന്നത്. ബൈ ദ ബുക്ക് ആൻഡ് ഓക്കെ ഹയർ പവർ. വാവ്, awesome. നിങ്ങളെ ആരെങ്കിലും വിട്ടുപോയി, നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചു, നിങ്ങളെ ആരെങ്കിലും തനിച്ചാക്കിയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓർഫൻഡ് എന്ന് പറഞ്ഞാൽ തനിച്ചാവുക അല്ലേ, നമ്മൾ ആരും ഇല്ലാതെ ആവുക, അനാഥരാവുക. വീണ്ടും സോറി, ഐ എം റിയലി സോറി. അതും നമ്പർ 5 തന്നെയാണ്. ഇത് ഒരേ കാർഡാണ് കേട്ടോ, ഒരേ നമ്പറിൻ്റെ കാർഡ് തന്നെയാണ്. ഐ മീൻ ഒരേ ടാരോയിൻ്റെ റെപ്രസെൻറ്റേഷൻ തന്നെയാണ് ഇതും. സോ ഇവിടെ നിങ്ങൾ തനിച്ചായി, നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ അങ്ങനെ തനിച്ചല്ല. ഓക്കെ, അങ്ങനെ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ട് വിട്ടുപോയി അല്ലെങ്കിൽ മാറിപ്പോയി, അവർ നിങ്ങളെ തനിച്ചാക്കിയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് അതിൻ്റെ ന്യായം ചെയ്യും എന്തായാലും.
ഓക്കെ. ഹയർ പവർ നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, യൂണിവേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ തനിച്ചാണെന്ന് തോന്നരുത്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എന്താ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്നു, ഞാൻ സോറി, പറ്റുന്നില്ല. ഗോ ഗോ ദ ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ. സോ യെസ്, ഇത് സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, മുന്നോട്ടും ആക്ച്വലി ഇത് എൻഡായി പോയി എന്ന് വിചാരിക്കണം. ഡെത്ത് എന്ന് പറഞ്ഞു ഞാൻ ഒരിക്കലും അത് എൻഡിങ് അല്ല. വീണ്ടും അവിടെ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. റിന്യൂവൽ ഉണ്ടാവും, റീബർത്ത് ഉണ്ടാവും. ഇത് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, ഫ്രണ്ട്ഷിപ്സോ റിലേഷൻഷിപ്സോ, നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ആയാലും ശരി, അത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. കുറേ കാലം അത് നിലനിൽക്കും, പേടിക്കേണ്ട. എനിക്ക് അത് വിട്ടുപോയി എന്നൊന്നും നിങ്ങൾ കരുതണ്ട. അതിപ്പോൾ താൽക്കാലികമായ ഒരു ഫേസ് മാത്രമാണ്. പക്ഷെ എനിക്കത് അത്രയും മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം അത് വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് ബൈ ദ ബുക്ക് എന്നുണ്ട്. സോ ജഡ്ജ്മെന്റ് ആയിട്ട് എടുക്കാം, നമുക്ക് ജഡ്ജ്മെന്റ് ജസ്റ്റിസ് ഒക്കെ ആയിട്ട് എടുക്കാം, ന്യായം അല്ലെ, അല്ലെങ്കിൽ ന്യായമായ രീതിയിൽ, അല്ലെങ്കിൽ ഒരു ശരിക്കും നമ്മൾ പറയില്ലേ പ്രോപ്പർ ആയിട്ടുള്ള വഴി. ബൈ ദ ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നത് ബൈ ദ റൂൾ പ്രകാരം എന്നൊക്കെ എടുക്കാം. ഓക്കെ, റൂൾ പ്രകാരം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ന്യായം എന്ന് അങ്ങനെയൊക്കെ കണക്കാക്കാം ഇവിടെ. സോ ന്യായം നിങ്ങളുടെ ഭാഗത്തേക്ക് തീർച്ചയായിട്ടും ഓക്കെ, പ്രോപ്പറായിട്ട് ന്യായമായത് നടക്കും നിങ്ങൾക്ക്. ഓക്കെ, കാരണം ന്യായം നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഒരിക്കലും വിഷമിക്കേണ്ട എന്ന് എൻ്റെ ഇവിടെ നിങ്ങളോട് പറയുന്ന ഒരല്പം സമാധാനമായിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട്. ബ്രീത്ത് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾ സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, എനിക്കത് നല്ലോണം പിക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ ചിലപ്പോൾ എനിവേ, എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, അതായത് നിങ്ങളുടെ വേദനകൾ മനസ്സിലാക്കുന്ന ഒരു ഭഗവാൻ അത് കാണുന്നുണ്ട്, യൂണിവേഴ്സ് അത് കാണുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ശാന്തമായിട്ട് ഇരിക്കുക. ഓക്കെ, റിയാക്ട് ചെയ്യാൻ പോണ്ട, ആരോടും വഴക്കിനോ പ്രശ്നത്തിനോ നിങ്ങൾ നിൽക്കണ്ട. നിങ്ങൾ നമ്മൾ പറയില്ലേ, നമ്മൾ ശരിയാണെങ്കിൽ പോലും അവിടെ ചില സമയത്ത് നമ്മൾ തർക്കിച്ചിട്ടോ അതായിട്ടൊന്നും നിന്നിട്ട് കാര്യമില്ല. ഓക്കെ, വിട്ട് കളഞ്ഞേക്കാം. നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക. ആൻഡ് ഇവിടെ ഹയർ പവർ എല്ലാം, യൂണിവേഴ്സ് എല്ലാം കാണുന്നുണ്ട്, നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഓക്കെ, വേണ്ടത് ന്യായം യൂണിവേഴ്സ് ചെയ്തോളും. ഇന്നിപ്പോൾ ഐ തിങ്ക് ആരോട് ഇത് എല്ലാവർക്കും മാച്ച് ആവുമോ എന്നും ഞാൻ പറയുന്നില്ല. ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആയിരിക്കാം. എവിടെയാണോ നിങ്ങളോട് അന്യായം നടക്കുന്നത്, എന്തൊക്കെയോ സിറ്റുവേഷൻസ് ഇവിടെ മാറാനുണ്ട്, ആ മാറി വന്ന് നിങ്ങളുടെ ഭാഗത്തേക്ക് ന്യായം വരും. അത്ര ചുരുക്കി നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ, സോ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കൂ, എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കും. നിങ്ങളോട് പറയുമ്പോൾ ഞാൻ എനിവേ നിങ്ങൾക്ക് എന്നെ അറിയാലോ അല്ലേ. ഓക്കെ, എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം, ആൻഡ് ബി ഹാപ്പി. ഓക്കെ, ബി പോസിറ്റീവ്. ഓക്കെ, ഞാൻ പറയാൻ വിട്ടുപോയി. ഹാപ്പി നവരാത്രി എല്ലാവർക്കും. ഓക്കെ.